പ്രിയപ്പെട്ട യാത്രക്കാരെ, ബേലം ഗുഹയിലെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നോടൊപ്പം ഉള്ള യാത്രകളിൽ നിങ്ങളും പങ്കുചേരുമല്ലോ. നിങ്ങളുടെ പ്രോത്സാഹനം ആണ് എൻ്റെ യാത്രകളുടെയും ഈ ചാനലിൻ്റെയും വിജയം. അതിനാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ യാത്രകളെ പ്രോത്സാഹിപ്പിക്കുമല്ലോ. പ്രഭാത ഭക്ഷണത്തിനു ശേഷം ഏകദേശം 10:15 ഞാൻ ബേലം കേവിൻ്റെ പ്രധാന കവാടത്തിൽ എത്തിച്ചേർന്നു. വെയിൽ ആരംഭിക്കുന്ന സമയമാണ്. പ്രധാന ഗേറ്റിൽ നിന്നും ഗുഹാമുഖം വരെ മനോഹരമായ നടപ്പാത നിർമ്മിച്ചിട്ടുണ്ട്. ഏകദേശം 200 മീറ്റർ ദൂരം നടന്നാൽ വലതുഭാഗത്ത് മനോഹരമായ കുന്നിൻ്റെ താഴ്വരയിൽ 20 അടിയോളം വലുപ്പം വരുന്ന ധ്യാനിക്കുന്ന ബുദ്ധന്റെ അത്യാകർഷകമായ രൂപം നിർമ്മിച്ചു വെച്ചിട്ടുള്ളതായി കാണുവാൻ സാധിക്കുന്നതാണ്. താമരയിൽ ചിന്മുദ്രയും ആയി ധ്യാന നിമഗ്നനായി ഇരിക്കുന്ന ബുദ്ധൻ ഏതൊരു വ്യക്തിയുടെ മനസ്സിനെയും ആകർഷിക്കുന്നതാണ്. സഞ്ചാരികൾക്ക് ഏകാന്തമായി പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചിലവഴിക്കുന്നതിനായി സമീപമുള്ള തണൽ മരച്ചുവടുകളിൽ പ്രത്യേകമായി തറകൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ബുദ്ധമത വിശ്വാസപ്രകാരം ബുദ്ധൻ ഒരു ദൈവമല്ല, മറിച്ച് മനുഷ്യരെ ഭൗതികേച്ഛകളിൽ നിന്നും മുക്തനാക്കി ശാശ്വത സമാധാനം നേടുന്നതിനെ പഠിപ്പിക്കുന്ന ഒരു ആചാര്യനാണ്. പരിത്യാഗത്തിലാണ് രക്ഷ അടങ്ങിയിരിക്കുന്നതെന്ന തത്വമാണ് ബുദ്ധൻ സ്വീകരിച്ചത്. ബേലം ഗുഹകളിൽ നിന്നും ജർമ്മൻ ഗവേഷകർ കണ്ടെടുത്ത മൺപാത്രങ്ങളും ചരുവങ്ങളും BC 300 മുതൽ AD 100 വരെയുള്ള കാലഘട്ടത്തിലെ ബുദ്ധ സന്യാസിമാർ ഉപയോഗിച്ചിരുന്നവ ആണെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ബേലം ഗുഹകളിൽ ഏകാന്ത ജീവിതം നയിച്ചിരുന്നവർ ബുദ്ധ സന്യാസിമാർ ആയതിനാൽ അവരുടെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടിയാണ് ഇവിടെ ബുദ്ധന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഗുഹയ്ക്കുള്ളിൽ ചില ഭാഗങ്ങളിലെ പാറകളിൽ വെളിച്ചം ലഭിക്കുന്നതിനായി തിരി ഉപയോഗിച്ച് കത്തിക്കുന്ന എണ്ണപാത്രങ്ങൾ വെക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതും 2 എണ്ണപാത്രങ്ങൾ കേടുകൂടാതെ ഇപ്പോഴും നിലനിൽക്കുന്നതായും കാണുവാൻ സാധിച്ചു. ഇവിടെ നിന്നും 400 മീറ്റർ ദൂരം കൂടി മുന്നോട്ട് നടന്നാൽ ടിക്കറ്റ് കൗണ്ടർ കാണുവാൻ സാധിക്കുന്നതാണ്. നടക്കുന്ന വഴിയുടെ വലതുഭാഗത്ത് പൈസ കൊടുത്ത് ഉപയോഗിക്കാവുന്ന ടോയ്ലറ്റും ചെറിയ ഭക്ഷണശാലയും കാണുവാൻ കഴിയുന്നതാണ്. 10:45 ടിക്കറ്റ് എടുക്കുന്നത്. ഒരാൾക്ക് 70 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് നിരക്ക്. ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുള്ള ഗുഹാമുഖം. പ്രവേശന കവാടത്തിൽ സുരക്ഷാ ജീവനക്കാരെ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. സുരക്ഷാ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ബോർഡ് കാണുവാൻ സാധിച്ചു. അതിപുരാതനമായ ഈ ഗുഹയിലേക്ക് ഇറങ്ങുവാൻ ഹാൻഡ് റെയിൽ പിടിപ്പിച്ച സ്റ്റെപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ സേഫ്റ്റി ഷൂ ഇട്ട് നടക്കുന്നതിനാൽ മൊബൈൽ ക്യാമറ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും കൃത്യതയോടെ ചിത്രങ്ങൾ പകർത്തുവാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പുറമേക്ക് ഒരു കിണർ പോലെ കാണപ്പെടുന്നതാണ് ഗുഹയുടെ പ്രവേശന ദ്വാരം. സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്ന ഗുഹയുടെ ആദ്യ ഭാഗവും ഭൂമി നിരപ്പും തമ്മിൽ ഏകദേശം 12 മീറ്റർ ഉയരം ഉണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഇവിടെ നിന്നും ഗുഹയുടെ അടുത്ത പ്രധാന പ്രവേശന ഭാഗത്തേക്ക് എത്തുവാൻ ഏതാനും സ്റ്റെപ്പുകൾ കൂടി താഴോട്ട് ഇറങ്ങേണ്ടതുണ്ട്. തല പാറയിൽ ഇടിക്കാതിരിക്കുവാൻ അല്പം കുനിഞ്ഞുകൊണ്ട് മാത്രമേ താഴേക്ക് ഇറങ്ങുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഗ്യാപ്പിന്റെ ഉയരം ഏകദേശം 5 അടിയോളം എങ്കിലും കാണും. സ്റ്റെപ്പുകൾ ഇറങ്ങിച്ചെല്ലുന്ന ഭാഗം ഗുഹയുടെ അടുത്ത പ്രവേശന കവാടത്തിലേക്ക് ആണ്. ഇവിടെ ഇരിക്കുവാൻ ഗ്രാനൈറ്റിൽ പണി തീർത്തിട്ടുള്ള 3 ചാരു ബെഞ്ചുകൾ ഉണ്ട്. താഴെ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുള്ളതായും കാണുവാൻ കഴിയുന്നതാണ്. ചരിത്രത്തെക്കുറിച്ചും ഗുഹകളെക്കുറിച്ചും പാറകളെക്കുറിച്ചും
ഗവേഷണം നടത്തുന്നവർക്ക് ഒത്തിരി വിലയേറിയ അറിവുകൾ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. വലിയ ഒരു കിണറിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ഫീൽ ആയിരിക്കും സഞ്ചാരികൾക്ക് ലഭിക്കുക. മുകളിലോട്ട് നോക്കിയാൽ മനോഹരമായ നീലാകാശം, ചുറ്റും പാറകൾ. ഇവിടെ വെച്ചാകണം ബുദ്ധ സന്യാസിമാർ ധ്യാനത്തിനായി ചെലവഴിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഗൂഗിളിൽ ബേലം കേവിനെ കുറിച്ച് സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന വിവരങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ശക്തമായ ജലപ്രവാഹത്താൽ രൂപം കൊണ്ടതാണ് ബേലം ഗുഹകൾ എന്നാണ് മുൻ ഗവേഷകർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് തികച്ചും തെറ്റായ ഒരു വസ്തുതയാണ് എന്നുള്ളതാണ് എൻ്റെ നിഗമനം. ശക്തമായ ജലപ്രവാഹം കൊണ്ട് മണ്ണും പാറകളും ഒലിച്ചുപോയാണ് ഈ ഗുഹ രൂപം കൊണ്ടത് എങ്കിൽ ആ ജലം എവിടെ നിന്നും വന്നു, എങ്ങോട്ട് പോയി? ഗുഹ സ്ഥിതി ചെയ്യുന്നിടത്തു നിന്നും 3 കിലോമീറ്റർ അകലെ ചതുപ്പ് നിറഞ്ഞ ജലം കെട്ടി നിൽക്കുന്ന ഒരു ഇടമുണ്ട്. ഒപ്പം തന്നെ കൃഷിഭൂമിയും നമ്മൾക്ക് കാണുവാൻ കഴിയും. ആ കൃഷിഭൂമിയിലോ ചതുപ്പിലെ വെള്ളത്തിലോ ഈ ഗുഹ രൂപപ്പെടുവാൻ കാരണമായെങ്കിൽ അത്രയും ഫോഴ്സ് ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഈ ഓപ്പൺ ഏരിയയിൽ കാണപ്പെടുന്ന പാറകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം, ജലം ചില സീസണുകളിൽ പുറത്തു നിന്നും അകത്തോട്ട് വന്നതായി കാണാം. എന്നാൽ സ്ഥിരമായി ജലം പുറത്തു നിന്നും അകത്തോട്ടോ അകത്തു നിന്നും പുറത്തോട്ടോ ഒഴുകിയിട്ടില്ല. മാത്രവുമല്ല, ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന അടയാളപ്പെടുത്തിയ തറയും ഭൂമി നിരപ്പും തമ്മിൽ 15 മീറ്ററിൻ്റെ ഉയര വ്യത്യാസം ഉണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഏകദേശം 30 അടിയോളം വ്യാസവും ഉണ്ട്. ഇത്രയും സ്ഥലത്തു നിന്നും മുകളിലോട്ട് വെള്ളം കുതിച്ചൊഴുകിയാണ് ഈ ഗുഹ രൂപപ്പെട്ടത് എന്ന് പറയുന്നതിനോട് യോജിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഗുഹ ഭൂഗർഭജലവും ജലം കലർന്ന മണലും നിറഞ്ഞു കിടക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിലെ ഒരു പാളിയാണ്. ഗുഹയുടെ ഉള്ളിലോട്ട് പോകുമ്പോൾ ജലം നിറഞ്ഞു കിടന്ന അടയാളങ്ങൾ പാറകളിൽ ദൃശ്യമാണ്. സ്ഥിരം ജലം കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് മങ്ങിയ ബ്രൗൺ നിറവും വർഷകാല സീസണുകളിൽ ജലം ഒലിച്ചിറങ്ങിയ ഭാഗങ്ങളിൽ മങ്ങിയ കറുപ്പ് നിറവും ദൃശ്യമാണ്. ഇവിടെയുള്ള പ്രവേശന കവാടത്തിലും സുരക്ഷാ ജീവനക്കാരെയോ മറ്റ് ജീവനക്കാരെയോ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. കവാടം കടന്ന് നമ്മൾ ചെല്ലുന്നത് 6 അടി മാത്രം ഉയരമുള്ളതും വിസ്തൃതി നിറഞ്ഞതുമായ ഗുഹയുടെ പ്രധാന സ്ഥലത്തേക്കാണ്. പല നിറത്തിലുള്ള സ്പോട്ട് ലൈറ്റുകൾ കൊണ്ട് പ്രകാശപൂരിതമാണ് ഈ ഗുഹാഭാഗം. മനുഷ്യനിലെ ഭയത്തെ ഉണർത്തുന്ന നിറങ്ങളിൽ ഉള്ള ലൈറ്റുകൾ കഴിയുന്നതും ഒഴിവാക്കി പാറകളും ഗുഹാമടക്കുകളും കൃത്യമായി കണ്ട് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള ദീപവിധാനം ആയിരിക്കും കൂടുതൽ നന്നായിരിക്കുക. മണ്ണ് വന്ന് മൂടിയ ഗുഹയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടുള്ള അടയാളങ്ങൾ പാറകളിൽ നിന്നും വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇരുമ്പായുധം ഉപയോഗിച്ച് അടർത്തി മാറ്റിയതിൻ്റെ കോറലുകൾ ചുണ്ണാമ്പുശിലകളിൽ നിന്നും വ്യക്തമാകുന്നതാണ്. പ്രവേശന കവാടത്തിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നിടത്തും മറ്റുമായി 3-4 സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളതായി കാണുവാൻ കഴിയുന്നതാണ്. അവയാകട്ടെ ആരും ശ്രദ്ധിക്കാത്ത വിധത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ശരപക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇത്തരം ഗുഹകൾ എന്നതിനാൽ നിരവധി ശരപക്ഷികളെയും അവയുടെ കൂടുകളും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. സ്വിഫ്റ്റ്ലെറ്റ് പക്ഷികളെ മലയാളത്തിൽ പൊതുവായി ശരപക്ഷികൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ 3 ഇനം ശരപക്ഷികൾ ഉണ്ട്. ഗുഹകളിൽ കാണപ്പെടുന്നതും കൃഷിസ്ഥലങ്ങളിൽ കാണപ്പെടുന്നതുമാണ് അവ. കൃഷിസ്ഥലങ്ങളിൽ കാണപ്പെടുന്നതിൻ്റെ ഉദരം വെള്ള നിറത്തിൽ
നിറത്തിൽ തൂവലുകൾ ഉള്ളതും മറ്റൊരു ഇനം കറുത്ത നിറത്തിൽ തൂവലുകൾ ഉള്ളതുമാണ്. ഗുഹകളിൽ കാണപ്പെടുന്ന ശരപക്ഷികളുടെ ഉദരഭാഗത്തെ തൂവലുകളുടെ നിറം ബ്രൗൺ നിറമോ ബ്രൗൺ കലർന്ന കറുത്ത നിറമോ ആണ്. ഈ പക്ഷികൾ ഉമിനീർ ഉപയോഗിച്ചാണ് കൂടുകൾ നിർമ്മിക്കുന്നത്. ഈ കൂടുകൾ നിരവധി പോഷകങ്ങൾ നിറഞ്ഞതിനാൽ ഔഷധ നിർമ്മാണത്തിനും സൂപ്പ് ഉണ്ടാക്കുന്നതിനുമായി ഉപയോഗിച്ചു വരുന്നു. ലോകത്ത് ഏറ്റവും വിലയേറിയ പക്ഷിക്കൂടാണ് ഈ പക്ഷികളുടേത്. ഇന്ത്യയിൽ 1 കിലോ സ്വിഫ്റ്റ്ലെറ്റ് പക്ഷിയുടെ ഉമിനീർ കൂടിന് 15,000 മുതലാണ് വില. പറന്നു നടന്നാണ് ഈ പക്ഷി ഇരകളെ പിടിക്കുന്നത്. ചെറിയ പ്രാണികളും ഷഡ്പദങ്ങളും ആണ് പ്രധാന ഭക്ഷണം. ഇവ നിലത്ത് ഇറങ്ങാറില്ല. പാറകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്വഭാവമാണ് ഇവയ്ക്ക് ഉള്ളത്. ഗുഹകളിലെ പൂർണ്ണമായ ഇരുട്ടിൽ സഞ്ചരിക്കുവാനായി ഇവയ്ക്ക് എക്കോ ലൊക്കേഷൻ എന്ന കഴിവ് ഉണ്ട്. ഈ ഗുഹകളിൽ ലൈറ്റ് ഇല്ലാത്ത ഭാഗങ്ങളിലും സഞ്ചാരികൾ വരാത്ത ഗുഹയുടെ അറകളിലും ഇവയെ കണ്ടുവരുന്നു. ചെളി നിറഞ്ഞു കിടക്കുന്ന കുഴികൾക്ക് മീതെ കൂടി സഞ്ചാരികൾക്ക് നടക്കുന്നതിനായി ചെറിയ ചെറിയ ഇരുമ്പു പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഗുഹയിലെ അറകളിൽ വിവിധ നിറങ്ങളിലുള്ള ലൈറ്റ് കൊടുത്ത് വർണ്ണാഭമാക്കിയിട്ടുണ്ട്. പല ഭാഗത്തും പാറകൾ ഇടിഞ്ഞു വീണ് കിടക്കുന്നതും കാണുവാൻ കഴിയുന്നതാണ്. ലൈറ്റിട്ട് പ്രകാശം നൽകാത്ത 8-ലധികം അറകൾ ഗുഹയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഉള്ളതായി മനസ്സിലാക്കുവാൻ സാധിച്ചു. കയ്യിലെ ടോർച്ച് ഉപയോഗിച്ച് ഈ അറകൾക്ക് ഉള്ളിലേക്ക് ഞാൻ നടന്നപ്പോൾ അവയെല്ലാം തന്നെയും പണ്ട് മനുഷ്യവാസം ഉണ്ടായിരുന്നവ ആണെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞു. പലതിലും എണ്ണവിളക്ക് വെക്കുവാനുള്ള പീഠങ്ങൾ പാറകളിൽ ചെളി ഉപയോഗിച്ച് പണി തീർത്തിട്ടുണ്ട്. ഉറങ്ങുവാനും ഇരിക്കുവാനുമുള്ള സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഗുഹയ്ക്കുള്ളിൽ ഓക്സിജൻ ലഭ്യമാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുള്ളതിനാൽ ശ്വസിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഭൂമിയുടെ ഉള്ളിൽ വളരെ ആഴത്തിലുള്ള ഗുഹകളിൽ ഇതുവരെയും പാമ്പുകളെ കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനാൽ പാമ്പ് ഉണ്ടാകുമെന്ന പേടി ആർക്കും വേണ്ട. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ഗുഹയാണ് ആന്ധ്രാപ്രദേശിലെ ഈ ബേലം ഗുഹ. ഏറ്റവും നീളമേറിയ ഗുഹയാണ് ഇത്. സംസ്കൃതത്തിലെ ബിലം എന്ന വാക്കിൽ നിന്നാണ് ബേലം എന്ന പേരുണ്ടായത്. ഇതൊരു പ്രകൃതിദത്ത ഗുഹയാണ്. പക്ഷേ ജലപ്രവാഹത്താൽ രൂപപ്പെട്ടതാണ് എന്ന വാദത്തോട് യോജിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. നന്ദ്യാല ജില്ലയിലാണ് ബേലം കേവ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ കുർണൂൽ ജില്ലയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം. 3 കിലോമീറ്ററും 300 മീറ്ററുമാണ് ഈ ഗുഹയുടെ നീളം. ബേലം ഗുഹകളിൽ നിന്നും കണ്ടെടുത്ത കളിമൺ പാത്രങ്ങൾ ബുദ്ധ കാലഘട്ടത്തിലെ സന്യാസിമാർ ഉപയോഗിച്ചവയാണെന്ന് കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. ബേലം ഗുഹയുടെ പ്രവേശന കവാടം പാതാള ഗംഗ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ സ്റ്റെപ്പുകൾ ഇറങ്ങുന്ന ഭാഗമാണ് അത്. ബിലം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം ഭൂമിക്ക് താഴെയുള്ള ദ്വാരങ്ങൾ അഥവാ തുരങ്കങ്ങൾ എന്നാണ്. പ്രാദേശിക ഭാഷയായ തെലുങ്കിൽ ഇത് ബേലം ഗുഹാലും എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും ലഭിച്ച പുരാതന കളിമൺ പാത്രങ്ങളും ഭരണികളും മുത്തുകളും എണ്ണവിളക്കുകളും അനന്തപൂരിലെ പുരാവസ്തു മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1884 ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായിരുന്ന റോബർട്ട് ബ്രൂസ് ഫ്രൂട്ടിന്റെ നേതൃത്വത്തിലുള്ള പരിവേഷണ സംഘമാണ് ആദ്യമായി ഈ ഗുഹ കണ്ടെത്തുന്നതും ഗുഹകളെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതും. അക്കാലത്ത് ഭാഗികമായി മണ്ണ് മൂടിക്കിടക്കുന്ന നിലയിൽ ആയിരുന്നു ഗുഹയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും. ബ്രിട്ടീഷ് സർക്കാർ വേണ്ടത്ര പ്രാധാന്യം റിപ്പോർട്ടിന് നൽകാത്തതിനാലും നാട്ടുരാജാക്കന്മാരുടെ ഇടപെടലുകൾ ഉണ്ടാകാത്തതിനാലും ആരാരും ശ്രദ്ധിക്കപ്പെടാതെ വർഷങ്ങളോളം ഗുഹ നാശോന്മുഖമായി തന്നെ കിടന്നു. പിന്നീട് 100 വർഷങ്ങൾക്ക് ശേഷം 1982-83 കാലഘട്ടത്തിൽ ഒരു ജർമ്മൻ സംഘം ഗുഹയെക്കുറിച്ച് സർവേ ആരംഭിച്ചു. അവർ വളരെ വിശദമായി ഗുഹയെക്കുറിച്ചുള്ള പരിവേഷണം നടത്തി. പ്രാദേശിക പഞ്ചായത്തും മറ്റ് സ്ഥാപനങ്ങളും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും കൊണ്ടുവന്നിട്ട് ഗുഹാമുഖവും പരിസരങ്ങളും നിറച്ചിരുന്നതിനാൽ
ജർമ്മൻ ഗവേഷകർക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് ഗുഹാ പര്യവേക്ഷണങ്ങൾ നടത്തുവാൻ കഴിഞ്ഞത്. മാലിന്യവും ചപ്പുചവറുകളും നീക്കം ചെയ്യേണ്ടതായി വന്നു. അക്കാലത്ത് ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ഗുഹയിലെ മണ്ണും പാറക്കല്ലുകളും നീക്കം ചെയ്തു. ഏകദേശം 2 വർഷത്തെ ശ്രമഫലമായി ഗുഹയെ വീണ്ടെടുക്കുവാൻ സാധിച്ചു. അപ്പോൾ ലഭ്യമായ പുരാവസ്തുക്കൾ കാലപ്പഴക്ക നിർണയത്തിന് വിധേയമാക്കിയപ്പോൾ അവയെല്ലാം തന്നെയും BC കാലഘട്ടത്തിലേത് ആയിരുന്നു. ആന്ധ്രാപ്രദേശ് സർക്കാരും ഗ്രാമവാസികളും ജർമ്മൻ ഗവേഷകരെ സഹായിക്കുവാനായി ഒപ്പം ഉണ്ടായിരുന്നു. ജർമ്മൻ ഗവേഷകരോടൊപ്പം മാലിന്യം നീക്കം ചെയ്യുവാനും സഹായങ്ങൾക്കുമായി കൂടെ കൂടിയ ഗ്രാമവാസികൾ ഗുഹയ്ക്കുള്ളിലെ അറകൾക്ക് വിവിധ പേരുകൾ നൽകി. സിംഹദ്വാരം, കോടിലിംഗലു, മണ്ഡപം, പാതാളഗംഗ എന്നിങ്ങനെ. തുടർന്ന് ഗവേഷക സംഘം വിശദമായ പഠന റിപ്പോർട്ട് ആന്ധ്ര സർക്കാരിനെ സമർപ്പിച്ചു. ഈ പ്രദേശം സംരക്ഷിത കേന്ദ്രമാക്കണമെന്നും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ ആന്ധ്ര സർക്കാർ അംഗീകരിച്ചു. തൽഫലമായി 1988 ബേലം ഗുഹകൾ സംരക്ഷിത പ്രദേശമായി ആന്ധ്രാപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചു. 1999 സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ബേലം ഗുഹ ഏറ്റെടുത്ത് ഗുഹകളിൽ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2002 പൊതുജനങ്ങൾക്കായി കാണുന്നതിനും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമായി ബേലം ഗുഹകൾ സർക്കാർ പൂർണ്ണമായി തുറന്നുകൊടുത്തു. ഇന്ത്യക്കാർക്ക് 70 രൂപയും വിദേശികൾക്ക് 300 രൂപയുമാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. സ്നേഹമുള്ളവരെ, അടുത്ത വീഡിയോയിൽ ഈ ഗുഹയുടെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നോടൊപ്പമുള്ള യാത്രകളിൽ കൂടെ ചേരുമല്ലോ. നന്ദി.